നിനക്കറിയാലോ നിന്നെ. അതിലുപരി എനിക്ക് എൻ്റെ മോനെ നന്നായിട്ടറിയാം. നിന്റെ ഇടനെഞ്ചിൽ ശാല്യം ഉണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളില് നിന്റെ അച്ഛനും അമ്മയുണ്ടെന്നുള്ള സത്യം ആർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. കാരണം നിന്റെ ഉള്ള മറ്റാരേക്കാളും ഈ അച്ഛൻ കാണുന്നുണ്ടടാ. എനിക്ക് വേണ്ടി നീ തേങ്ങുന്ന ശബ്ദം ഒരു വേദനയായിട്ട് എൻ്റെ ഉള്ളിലൊന്ന് തട്ടുന്നുമുണ്ട്. അച്ഛൻ അറിയാടാ നിന്നെ. അതുകൊണ്ട് നിന്റെ അമ്മ പറയുന്നൊന്നും എൻ്റെ മോൻ കാര്യമാക്കണ്ട. എടാ, എന്തുകൂടെ ഇത്? നീ കരയുന്നോ? ദേ, ആണുങ്ങൾ കരയരുത്, കരയാൻ പാടില്ല. ദേ, ഇതെന്റെ അച്ഛൻ എനിക്കൊന്ന് ഉപദേശമാ. പക്ഷേ പല സന്ദർഭത്തിലേ അതെനിക്കും കൈവിട്ടു പോയിട്ടുണ്ട്. പക്ഷേ അതുപോലെ നിനക്ക് സംഭവിക്കരുത്. എന്റെ മോൻ ആണായിട്ട് തന്നെ നിൽക്കണം, തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. രാഘവന്റെ മോനാടാ നീ. അച്ഛനൊരു പക്ഷേ ജീവിതത്തിൽ പരാജയമായിക്കോട്ടെ, പക്ഷേ എന്റെ മോൻ അങ്ങനെ ആയിരിക്കരുത്. എടാ, മോന്റെ കണ്ണീര് കൊണ്ടുകൊണ്ട് അച്ഛന്റെ ജീവൻ പോയാലേ അതിൽ പരം അച്ഛന്റെ ആത്മാവിന് സങ്കടം വരാനുണ്ടോ? സന്തോഷത്തോടെ മകൻ നിൽക്കുന്ന കണ്ടുകൊണ്ട് പോകുമ്പോഴാ ഏതൊരച്ഛന്റെയും ജന്മം സഫലമാകുന്നത്. എന്നെ നീ അങ്ങനെ പറഞ്ഞു വിടാവൂ, കേട്ടോടാ മോനെ. അങ്ങനെ ആയിരിക്കണം ഒരു മകനായി അച്ഛനോട് കാണിക്കേണ്ട കടമേ. കണ്ണുടയ്ക്കടാ, തുടയ്ക്കടാ. നീ ഇനി വന്നേ, അച്ഛനെ കെട്ടിപ്പിടിച്ചേ. വാ. എനിക്ക് സന്തോഷം, എന്നും സന്തോഷം. കാരണം ദൈവം അറിഞ്ഞ് എനിക്ക് ഇതുപോലെ ഒരു അച്ഛനല്ലേ തന്നെ. പിന്നെ ഞാനെന്തിനു സങ്കടപ്പെടുന്ന? സങ്കടങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞോളാം, ഞാൻ രാഘവൻ നായരുടെ മകനാണ്. എന്നെ അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. മതിയടാ, അച്ഛനത് മാത്രം മതിയടാ.